പ്രിയപ്പെട്ട ഫലസ്തീന്റെ മക്കള്, ആ ഫലസ്തീന്റെ മക്കൾക്ക് യതീമീങ്ങളാക്കി കൊടുത്ത, ഫലസ്തീന്റെ മക്കളുടെ സമാധാനം തല്ലിക്കെടുത്തിയ, ഫലസ്തീന്റെ മക്കളുടെ ശരീരത്തിന്റെ അവയവങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി മുൻപന്തി നിന്ന ഫലസ്തീന്റെ മക്കളെ എല്ലാവിധ ദുരന്തത്തിലേക്കും ദുഃഖത്തിലേക്കും വിഷമത്തിലേക്കും ആക്കിയെടുത്ത ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ഏകാധിപത്യത്തിന്റെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വംശാധിപത്യത്തിന്റെയും ഏകാധിപതിയായ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വിനാശത്തിന്റെ നായകനായി മാറിയ സാക്ഷാൽ നെതന്യാഹു, ആ നെതന്യാഹു എന്ന് പറയുന്ന സമാധാനത്തോടുകൂടി ജീവിക്കുന്ന മനുഷ്യന്മാരുടെ സമാധാനം തല്ലിക്കെടുത്തുന്ന ഈകളുടെ വേതാള ഹൃദയത്തിന്റെ ഉടമയാണ് നെതന്യാഹു. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടാൽ മുഖത്ത് പോലും ഞാൻ നോക്കില്ല. അദ്ദേഹത്തിന് ഷെയ്ഖാൻഡ് കൊടുക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്തൊരു ചെറുപ്പക്കാരന് ഫിഫ വേൾഡ് കപ്പിന്റെ കളിക്കളത്തില് ഇന്നും പന്ത് തട്ടുന്ന ഒരു ചെറുപ്പക്കാരനാണ്. എന്റെ പ്രിയമുള്ളവരെ, ഫിഫ വേൾഡ് കപ്പില് ലോക ചരിത്രത്തിൽ അറിയപ്പെട്ട എത്രയോ കളിക്കാരുണ്ട്. ലക്ഷക്കണക്കിനോളം ഫോളോവേഴ്സ് ഉള്ള എത്രയോ ചാനലുകളുടെ ഉടമയാണ് ഫിഫ വേൾഡ് കപ്പിൽ കളിക്കുന്നത്. പക്ഷെ അവർക്കൊന്നുമില്ലാത്ത ധൈര്യമാണ്. കാലെ കൂട്ടി കണ്ടറിഞ്ഞ് കരുതി വെച്ച കാൽപന്ത് കളിയുടെ കളിക്കളത്തിൽ കാണികൾക്ക് കൗതുകകരമായ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുന്ന, തന്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ വാത്സല്യത്തിന്റെ ഉദാരതയുടെ സന്ദേശത്തിന്റെ സമ്മാന പൊതിയുമായി പ്രിയപ്പെട്ട ഫലസ്തീന്റെ മക്കളുടെ മുമ്പിലേക്ക് ചെന്ന കാൽപന്ത് കളിയുടെ ദൈവമെന്ന് പോലും വിശേഷിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന മനസാക്ഷിയുടെ രൂപമായ, മനുഷ്യത്വത്തിന്റെ രൂപമായ, കാരുണ്യത്തിന്റെ പ്രതീകമായ മനുഷ്യന് അദ്ദേഹം ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല, അദ്ദേഹം ഒരു കാൽപന്ത് കളിക്കാരൻ മാത്രമായിട്ടല്ല, ലോക ചരിത്രത്തിൽ സ്നേഹത്തിന്റെ പ്രതീകമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഫലസ്തീന്റെ പ്രിയപ്പെട്ട മക്കളെ സഹായിച്ചതിന്റെ പേരില്, പരസ്യമായിട്ട് ഫലസ്തീന്റെ മക്കളെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതിന്റെ പേരില് പലയിടത്തും മാറ്റി നിർത്തപ്പെടുമ്പോൾ, പലവരും ഇകഴ്ത്തപ്പെടുമ്പോൾ, ആ സമയത്ത് കോടിക്കണക്കിനോളം മനുഷ്യ മനസ്സിന്റെ ഹൃദയത്തിലേക്ക് കയറി വന്ന സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരിക്കലും ഒരു ഫുട്ബോൾ കളിക്കാരനെയും പുറകെ പോയിട്ടില്ല. ഒരു കട്ടൗട്ട് വെക്കുവാനോ, കളിക്കാരന്റെ പേര് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുവാനോ, ടീമിന്റെ കൊടി പിടിച്ചുകൊണ്ട് നടക്കുവാനോ ഇന്നേ വരെ ഈ വിനീതം പോയിട്ടില്ല. പക്ഷേ നന്മ ചെയ്യുന്ന മനുഷ്യന്റെ നന്മകൾ ഏറ്റുപറയാൻ മനസ്സ് കാണിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ യഥാർത്ഥ സ്വഭാവത്തിന്റെ രൂപം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള